വിരലടയാളം മതിയോ? കയ്യൊപ്പ് വേണ്ടേ? ഇടോ കൈ കൊണ്ട് ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ടാണ് വിരലടയാളം എടുത്തത്. ആൽഫിയെ മാനേജിംഗ് ഡയറക്ടറായി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അവളുടെ ഓർഡറാണിത്. ഇത് ഇന്ന് തന്നെ ഓഫീസിൽ കൊടുക്കണം. കോപ്പി എടുത്ത് എല്ലാ ബാങ്കുകൾക്കും അയച്ചു കൊടുക്കണം. പിടിക്കേ. ഇരവിക്കെന്താ ഒരഭിപ്രായ വ്യത്യാസമുള്ളത് പോലെ? ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. ഈ തീരുമാനം എന്താ? അപ്പൊ നാളെ തന്നെ ആൽഫി ഓഫീസ് ജോയിൻ ചെയ്യണം. നാളെ പിന്നെ എതിർത്തൊന്നും പറയരുത്. നിങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത്. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം ഓഫീസിലേക്ക്. എന്റെ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. എനിക്ക് 1000 rupees വേണമല്ലോ. അത് നീ നിന്റെ വീട്ടിൽ പോയി എടുത്താൽ മതി. കോണ്ടസ്റ്റയുടെ കീ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്താടാ മരപ്പട്ടി നോക്കി നിക്കണേ? 1000 രൂപ എടുത്ത് ഇയാളുടെ അണ്ണാക്കിലേക്ക് തിരികെ. അല്ല, ഇതിപ്പോ ഇത് കണക്കിൽ എന്റെ അമ്മൂമ്മയുടെ 16 അടിയന്തരം നടത്തി എന്നുള്ള കണക്കിൽ അങ്ങോട്ട് എഴുതിയാ മതി. എനിക്ക് വയ്യ, ഞാൻ മരിക്കാൻ പോവാ. അല്ല, ഈ കോണ്ടസ്റ്റ എന്ന് പറഞ്ഞ കാറല്ലടാ. സൈലൻസ് പ്ലീസ്. അങ്ങനെ ഒരു കാർ ഉണ്ട്. ഒരു 500 rupees കൊടുങ്ങി. അപ്പൊ 1500. കണക്കെല്ലാം കണക്ക് പോലെ ഇരിക്കണം. ഹലോ, മാനേജരല്ലേ? ഞാൻ വർമ്മയാണ്. നാളെ എന്റെ മരുമകൻ MD ആയിട്ട് ചാർജ് എടുക്കാൻ വരുന്നുണ്ട്. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫി എന്ന് വിളിക്കും. അയാൾക്ക് ബിസിനസ് വലിയ പരിചയമുള്ള ആളല്ല. എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. യു മസ്റ്റ് ട്രീറ്റ് ഹിം വെൽ. ആളറിയോ? എനിക്കറിയില്ല. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫി എന്ന് വിളിക്കും. 10:30 എത്തുന്നാണല്ലോ മുതലാളി പറഞ്ഞത്. അവിടെ കോട്ട് സൂട്ട് വിട്ട് ഒരുത്ത നിൽക്കുന്ന കണ്ടില്ലേ? അവനാ എന്റെ അളിയൻ, അവിടുത്തെ മാനേജർ. ഞാനീ മാങ്ങാത്തൊരു ഓർത്തുമില്ല. MD എന്നും പറഞ്ഞ് ഞാനിപ്പോ അവിടെ കയറി ചെന്നാൽ അതോടെ തീരും ഇവിടുത്തെ ചുറ്റിക്കളി. വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് വൈകിട്ട് കലവിട്ട് ഉടക്കണോടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആൽഫി എന്ന് പറഞ്ഞു ഒരുത്തൻ അവന്മാര് കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ ആ വേഷം കെട്ടിയാ മതി. അയ്യോ, അവന്മാരെ കണ്ടുപിടിച്ചില്ല. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമയിൽ തട്ടി മൂളിക്കണം. ഫയല് വല്ല ഒപ്പിട്ടാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് തന്നാ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. നമ്മളെ കണ്ടാൽ MD ആയിട്ട് തോന്നുന്നു. നിന്നെക്കാട്ടിലും വിവരം കേട്ടവന്മാർ MDകളായിട്ട് പല സ്ഥലത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ ഷർട്ട് അകത്തോട്ട് എടുത്തു. എന്താന്നാണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന. ഇതാണോ ചോദിച്ചു നോക്കാം. മിസ്റ്റർ ആൽഫ്രഡ് ഫെർണാണ്ടസ് ആണോ? സാരി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാരും കുറച്ചു നേരം പുറത്തു നിന്നേ. ഡ്രസ് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഇവിടെ നിൽക്കൂ. എന്തിന്? ഈ കുട്ടിയുടെ ഡ്രസ് മാറ്റണം. അതിനൊരാളുടെ സഹായം വേണം. ഹസ്ബൻഡ് നിൽക്കട്ടെ. അത് വേണ്ട, താഴോട്ട് വന്ന്. താ വെളിയിൽ പോയേ. സാർ ഇവിടെ നിൽക്കും. 3 പേരും വെളിയിൽ പോവും. സിസ്റ്റർ ഒറ്റയ്ക്ക് ഉടുപ്പ് മാറ്റിയാൽ മതി. അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണുങ്ങൾ തുണി മാറ്റുന്നിടത്ത് ആണുങ്ങൾ നിൽക്കാൻ പാടില്ല. ഭാര്യയുടെ തുണി മാറ്റുന്നിടത്ത് ഭർത്താവിന് നിൽക്കാലോ? അത് ഭർത്താവാണെങ്കിലല്ലേ? നിക്കാം. ഭർത്താവാണെങ്കിൽ നിക്കാം. പക്ഷെ നമ്മൾ നാണോമാനോളവരല്ലേ? ഞാൻ പോയിക്കോളാം. വെളിയിൽ പോകാൻ പറഞ്ഞു. എത്ര പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ചെയ്യുന്നത് തെമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്ത് ഇവര് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര്? ഇവര്. അതെ, ഈ കോണ്ടസ്റ്റക്കാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ 2 അങ്ങോട്ടിന് പോവാൻ. എന്റെ കാലിന്റെ അടിയിൽ തീയ. അതിനെതിൽ ടൈൽസ് അല്ലേ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി ഇവരെങ്ങനെയാ മാറ്റുക? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇയാൾ ചാടി കളിക്കുന്നുണ്ടാ തോന്നുന്നു. ഇയാളുടെ ഭാര്യയുടെ തുണിയാണ് അയാൾ മാറ്റുന്നത്. അയാളുടെ ഭാര്യയുടെ തുണി അയാൾ മാറ്റുന്നത്. നിങ്ങൾക്ക് എന്താണ്? ഉടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ചാൽ മതി. ഊരി പോന്നോളും. ബോഡി ഞാൻ ഉയർത്തി തരാം.
പാവാട ഇങ്ങി താടോ. എടാ, പാവാട തരാൻ. ഇറങ്ങി പോടോ വെളിയില്. എന്താടാ നിന്ന് കളിക്കണത്? ഇവിടെ ആരെങ്കിലും തുണി വെച്ചിട്ട് തുള്ളുണ്ടോ? ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നല്ല വീണ വൃത്തികെട്ട കറുത്ത പാടിലോണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിരുണ്ടാ. ഗതി കെട്ടാ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ടോ? കണ്ണുടച്ചോണ്ടാണോ ഭാര്യയുടെ ഉടുപ്പ് മാറ്റുന്നത്? ഇയാളെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നെ വേണം പറയാൻ. വൃത്തികെട്ടവന്മാര്. ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്? അതിന് നീ നായരല്ലേ? അതേടോ, നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായരാ, അല്ലെങ്കിൽ കാണായിരുന്നു. അപ്പൊ അത്ര വിഷമുള്ള ജാതിയല്ല. സർ, ഇതെന്തൊരു പുലിവാല. പാരീസിൽ നിന്ന് ലണ്ടനിൽ നിന്ന് നമ്മുടെ ബയേഴ്സ് ഫോൺ വിളിക്കുമ്പോ MD എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ്. ഇതെന്താ സംസാരിക്കുന്നറിയാൻ ഞാൻ ക്യാബിനിൽ ചെന്നപ്പോ എന്നെയും അയാൾ തെറി വിളിച്ച് പുറത്താക്കി. എടോ, ഞാൻ അയാളെ കൊണ്ട് ഇവിടെ വട്ടളയിരിക്കുക. എന്താ ചെയ്യാ? വലിയ മുതലാളിയുടെ മരുവനായി പോയില്ലേ? ആ ചന്ദ്രാമ എന്ത് കണ്ടിട്ടാ വിവരം കെട്ടോനെ കിട്ടിയത്? എനിക്ക് ഒരു പിടിയും കിട്ടില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ. അതായത് സാറിന്റെ കമ്പനിക്ക് എന്റെ കമ്പനിയുടെ തുണി തരാം. കഴിഞ്ഞ 2 കൊല്ലമായി സാറേ ഞാൻ ഇതിനു വേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ മാനേജർ കഴിഞ്ഞ 16 കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. സത്യം പറയാമല്ലോ സാർ, 5000 രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടും കാര്യം നടന്നില്ല. വേഗം കൊണ്ടാവനെ, ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറിയ എസൻസ് ചേർത്തിട്ടുമില്ല. ഏത് കടയിൽ നിന്നാടോ ഇത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ആ ഹമുക്കിനോട് ചെന്ന് പറ, ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുക്കുടി? ഒന്നും വേണ്ട, താങ്ക്സ്. ഇനിയിപ്പോ നിങ്ങള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5000 റുപ്യന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുക. സാർ, ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും. അത് സാരമില്ല, ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ വലിയ ഇഷ്ടാ. നിങ്ങൾ 5000 റുപ്യ തരി. നിങ്ങളെ കമ്പനീന്റെ തുണി ഞമ്മളെ കമ്പനി വാങ്ങുന്നു. എന്താ പോരെ? എത്രയോ വർഷമായിട്ട് വേണുവേട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത്? ഞാൻ മാനേജറോട് ചോദിക്കട്ടെ. മാനേജറുടെ സത്യേട്ടൻ ചോദിച്ചു. അപ്പം മാനേജർ പറഞ്ഞു ആൽഫയാണ് മാറ്റി കൊടുത്തതെന്ന്. മാനേജർ മാറ്റരുന്ന് പറഞ്ഞപ്പോ ആൽഫയോട് തട്ടിക്കയറിയെന്നും പറഞ്ഞു. അനിയും കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. സർ, കൺസൈൻമെന്റ് അയക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. LC ഓപ്പൺ ചെയ്യണം. എൽസി ഇതുവരെ വന്നിട്ടില്ല. ഓൾ എവിടെ പോയി? സാർ, ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പമാവുന്നു. ഇതാ വർമ്മ സാർ ലൈനിലുണ്ട്. സാറിനോടൊന്ന് അത്യാവശ്യമായി വീട്ടിലോട്ട് ചെല്ലാൻ. ഞമ്മക്ക് സൗകര്യം ഇല്ലെന്ന് പറ. അയാൾ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലലല്ലേ നമ്മളെ പണി. അങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു സാർ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഞമ്മക്ക് അർജന്റായിട്ട് പുറത്തേക്കൊന്ന് പോകണം. വർമ്മ സാർ വന്നാ അയാളോട് പോയി പണി നോക്കാൻ പറ.